ക്ഷേത്രങ്ങളിലൂടെ എന്ന ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കത്ത് സ്ഥിതി ചെയ്യുന്ന വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തെ കുറിച്ചാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി ആണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ഷേത്രത്തെക്കുറിച്ച് ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കേരളത്തിലെ ഏറ്റവും പുരാതനവും പ്രശസ്തവുമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പ്രധാന ഐതിഹ്യം ത്രേതായുഗത്തിൽ ഖരൻ എന്ന അസുരൻ മോക്ഷം ലഭിക്കുന്നതിനായി ചിദംബരത്ത് പോയി പരമശിവനെ കഠിനമായി തപസ് ചെയ്തു. ഖരന്റെ തപസ്സിൽ പ്രസന്നനായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും 3 പുണ്യ ശിവലിംഗങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. ഈ 3 ശിവലിംഗങ്ങളും തന്റെ ഇരു കൈകളിലും ചുണ്ടിലുമായി താങ്ങിപ്പിടിച്ച് ഖരൻ തെക്കോട്ട് യാത്ര തിരിച്ചു. യാത്രയിൽ ക്ഷീണം തോന്നിയ അസുരൻ ഇന്നത്തെ വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വിശ്രമിക്കാനായി ഇറങ്ങുകയും തന്റെ വലത് കൈയിൽ ഉണ്ടായിരുന്ന ശിവലിംഗം നിലത്ത് വെക്കുകയും ചെയ്തു. വിശ്രമത്തിന് ശേഷം യാത്ര തുടരാൻ ശിവലിംഗം ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അത് നിലത്തു നിന്നും ഇളകിയില്ല. ഭഗവാൻ അവിടെ തന്നെ സ്ഥിരമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഖരൻ ആ ശിവലിംഗത്തിന്റെ സംരക്ഷണം അവിടെ ഉണ്ടായിരുന്ന മഹർഷിയെ ഏൽപ്പിക്കുകയും ഖരന് മോക്ഷം ലഭിക്കുകയും ചെയ്തു. പിന്നീട് ഖരൻ പ്രതിഷ്ഠിച്ച മറ്റു 2 ശിവലിംഗങ്ങളാണ് ഇടത് കൈയിൽ വെച്ചിരുന്നത് അടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും ചുണ്ടിൽ വെച്ചിരുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും ഉള്ളത്. അതിനാൽ ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് വൈക്കം, ഏറ്റുമാനൂർ, കടുത്തുരുത്തി എന്നീ 3 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് പുണ്യമായി ഭക്തർ കരുതുന്നു. വൈക്കത്തപ്പന് മറ്റൊരു പേര് കൂടിയുണ്ട്, അന്നദാന പ്രഭു. വൈക്കത്തപ്പനെ അന്നദാന പ്രഭു എന്ന് വിളിക്കുന്നതിന് ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ക്ഷേത്രത്തിൽ വലിയ ദാരിദ്ര്യം അനുഭവപ്പെട്ടപ്പോൾ ഭക്തർക്ക് ഭക്ഷണം നൽകാൻ സാധിച്ചില്ല. അന്ന് ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ ഭഗവാൻ തന്നെ നേരിട്ടെത്തി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി എന്നാണ് വിശ്വാസം. അതിനാൽ വൈക്കത്തപ്പന്റെ പ്രാതൽ കഴിച്ചാൽ രോഗശാന്തിയും ഐശ്വര്യവും ഉണ്ടാവുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് വൈക്കത്തഷ്ടമി. വൃശ്ചിക മാസത്തിലെ കറുത്ത പക്ഷത്തിലെ അഷ്ടമി ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത്. വൈക്കത്തഷ്ടമിക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. വർഷങ്ങളോളം ഭഗവാനെ ധ്യാനിച്ച് തപസ് ചെയ്ത വ്യാക്രപാദ മഹർഷിക്ക് മുൻപിൽ ഭഗവാൻ പാർവതി ദേവിയോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം നൽകിയ ദിവസമാണ് ഇത്. ഈ പുണ്യദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലിനാണ് വൈക്കത്തഷ്ടമി കൊണ്ടാടുന്നത്. വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ഒരു ദിവസം ഭഗവാൻ 3 വ്യത്യസ്ത ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു എന്നതാണ്. പ്രഭാതത്തിൽ ഋഷിമാർക്ക് ജ്ഞാനം നൽകുന്ന ഭാവത്തിൽ ദക്ഷിണാമൂർത്തിയായും, ഉച്ചയ്ക്ക് ശത്രുനാശകനായ കിരാതമൂർത്തിയായും, വൈകുന്നേരം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന രാജരാജേശ്വരൻ അതായത് പാർവതി പരമേശ ഭാവത്തിലും ഭഗവാനെ ഇവിടെ ആരാധിച്ചു വരുന്നു. ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് വളരെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന അണ്ഡാകൃതിയിലുള്ള ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത്. ചെമ്പ് തകിടാൽ മേഞ്ഞ ശ്രീകോവിലിൽ വാസ്തുശാസ്ത്രപരമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. 4 ദിക്കുകളിലും വലിയ ഗോപുരങ്ങളിലും 8 ഏക്കറോളം വരുന്ന വിശാലമായ മതിൽക്കെട്ടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈക്കം ക്ഷേത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ ചരിത്രപരമായ വൈക്കം സത്യാഗ്രഹം കൂടി പറയേണ്ടതായിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ വലിയ മാറ്റം കുറിച്ച വൈക്കം സത്യാഗ്രഹം നടന്നത് ഈ ക്ഷേത്രത്തിന് ചുറ്റുമാണ്. വൈക്കം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം ഉണങ്ങിയ ശുദ്ധമായ ഭസ്മമാണ്. ഇതിന്റെ ആനന്ദ ഭസ്മം എന്നും ഭക്തർ വിളിക്കുന്നു. ഈ ഭസ്മം നിത്യവും ധരിക്കുന്നത് വിട്ടുമാറാത്ത രോഗങ്ങൾ, വിഷബാധകൾ, മാനസിക വിഷമങ്ങൾ എന്നിവ മാറാൻ ഉത്തമമാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു. അമ്പലപ്പുഴയിലെ പാൽപ്പായസവും കൊട്ടാരക്കരയിലെ ഉണ്ണിയപ്പവും പോലെ വൈക്കത്തപ്പന് ഏറെ പ്രിയപ്പെട്ട വഴിപാടാണ് പ്രാതൽ. ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ വലിയ ഊട്ടുപുരയിലാണ് പ്രാതൽ വിളമ്പുന്നത്. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ പ്രാതൽ കഴിച്ച് മടങ്ങുന്നത് പുണ്യമായി കരുതുന്നു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ അന്നദാനം കൂടാതെ ജലധാര, പായസം, ആൽവിളക്ക് തെളിയിക്കൽ എന്നിവയാണ്. ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ 4:30 മുതൽ 11:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയുമാണ്. വിശേഷ ദിവസങ്ങളിലും ഉത്സവകാലങ്ങളിലും ദർശന സമയത്തിൽ മാറ്റമുണ്ടാവാം. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ ആലപ്പുഴയിൽ നിന്നും തണ്ണീർമുക്കം ബണ്ട് വഴി വളരെ എളുപ്പത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. എറണാകുളത്ത് നിന്നും ഭക്തർ തൃപ്പൂണിത്തുറ വഴി വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് റോഡ് മാർഗം എത്തിച്ചേരാം. കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നവർ കുമരകം വഴിയോ ഏറ്റുമാനൂർ വഴിയോ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം.
ഇന്നത്തെ ക്ഷേത്രങ്ങളിലൂടെ എന്ന ബ്ലോഗ് ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളും വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. നമസ്തേ.